പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവചനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനത്തിലെ 4 അധ്യായത്തിലെ 7 വചനമാണ്. പൗലോസ് ശ്ലീഹ തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്: പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. വിജാതിയരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പൗലോസ് ശ്ലീഹ തനിക്ക് ലഭിച്ച സുവിശേഷ ശുശ്രൂഷ എന്ന വിളിയെ നിധി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിധി മൺപാത്രങ്ങളിൽ സൂക്ഷിക്കാനും കൊണ്ടു നടക്കുവാനുമാണ് ദൈവം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് മൺപാത്രങ്ങളുടെ പ്രത്യേകത? ഒരിക്കൽ നിലത്ത് വീണാൽ അത് തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഓരോരോ ദൈവ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. നിർഭാഗ്യവശാൽ ദൈവവിളി പൗരോഹിത്യ സന്യസ്ത ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തവർക്ക് മാത്രം ചാർത്തിക്കൊടുക്കുന്ന ഒരു പട്ടമായി നമ്മിൽ പലരും വിശ്വസിച്ചു പോരുന്നു. പൗരോഹിത്യം പോലെ തന്നെ കുടുംബജീവിതവും ഒരു ദൈവവിളി തന്നെയാണ്. ഏതെങ്കിലും ഒരു മെരിറ്റിൻ്റെ പിൻബലത്തിൽ ലഭിക്കുന്ന ഒരു സ്ഥാനമല്ല ഈ ദൈവവിളി. ദൈവത്താൽ ആകർഷിക്കപ്പെടുന്ന ആർക്കും ദൈവഹിതപ്രകാരം ഓരോരോ അവസ്ഥയിലും ദൈവശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെടുകയാണ്. ഹോറബിലെ മരുഭൂമിയിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന മോശയ്ക്ക് കത്തിയേരിയുന്ന മുൾപ്പടർപ്പുകൾ നോക്കി നിൽക്കെ ആ വിളി ലഭിച്ചു. കുതിരപ്പുറത്ത് ദമാസ്കസിലേക്ക് പോകുന്ന സാവൂളിന് വരണ്ട ആകാശത്ത് നിന്നിറങ്ങി വന്ന ഒരു മിന്നലൊളിയിലൂടെ ആ വിളി ലഭിച്ചു. നമ്മുടെ മെരിറ്റോ ആഢ്യത്വമോ ദൈവം കണക്കിലെടുക്കുന്നില്ല. മെരിറ്റ് നോക്കിയിരുന്നെങ്കിൽ മോശയെ ദൈവം ലക്ഷക്കണക്കിന് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് അയക്കുമായിരുന്നോ? ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിരുന്ന സാവൂൾ എന്ന യഹൂദനെ വിജാതീയരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ പൗലോസാക്കി സുവിശേഷ വേല കയക്കുമായിരുന്നു. ദൈവം ഏൽപ്പിക്കുന്ന ദൈവശുശ്രൂഷ എന്ന അമൂല്യനിധി പൗലോസിനെ പോലെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. തൻ്റെ സുവിശേഷ തീർത്ഥാടനങ്ങളിൽ ശ്ലീഹായ്ക്ക് കഷ്ടതകളും ഞെരുക്കങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരാഗ്രവാസങ്ങളിലും കപ്പലപടങ്ങളിലും വിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ മൺപാത്രം നെഞ്ചോട് ചേർത്ത് ശ്ലീഹ സംരക്ഷിച്ചു പോന്നു. താൻ ഏറ്റെടുത്ത ദൈവവിളിയുടെ ചൈതന്യം ഒട്ടും ചോർന്നു പോകാതിരിക്കാൻ വിശ്വാസതീഷ്ണതയോടെ തൻ്റെ നിധികുംഭം അവസാനം വരെ സംരക്ഷിക്കപ്പെട്ടു. പൗലോസ് ശ്ലീഹയുടെ ആ അതീവ ജാഗ്രതയും വിശ്വാസ ദൃഢതയുമാണ് ഇന്നത്തെ നമ്മുടെ വെല്ലുവിളി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ മെരിറ്റല്ല, അവൻ്റെ കൃപയാണ് നമുക്ക് വേണ്ടത്. ആമേൻ.